വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാം നാടിന്റെ അഭിമാനമാണ് നിലകൊണ്ട പ്രസ്ഥാനമെന്നുമെന്നും വ്യാപാരിക്കെന്നും കൈത്താങ്ങുമായി അണിചേരുവിൻ. എന്റെ തൊട്ടടുത്തിരിക്കുന്ന ബാദുഷ ഉൾപ്പെടെ എന്നേക്കാൾ സീനിയറായിട്ടുള്ള ഈ സംഘടന ഉള്ള അംഗങ്ങളാണ്. അതുപോലെ ബാദുഷ, ശ്രീനാഥ്, ഇവിടെ നിൽക്കുന്നതിൽ വിരലിലെണ്ണാവുന്ന കുറച്ച് പേർ 30 വർഷം കൊണ്ടും അതിൽ കൂടുതലും ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. എന്തൊക്കെ പ്രശ്നം വന്നാലും ഒരുമിച്ച് നിൽക്കുന്ന നമ്മുടെ ഈ മെന്റാലിറ്റിയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. എന്നാൽ സംഘടന എന്ന് പറയുന്നത്, സംഘടന വിളിച്ചു കഴിഞ്ഞാൽ സംഘടനാ പ്രവർത്തനത്തിന് ഓടിയെത്തുന്ന ചില എക്സിക്യൂട്ടീവുകളും ചില നമ്മുടെ ക്യാബിനറ്റ് ഭാരവാഹികളുണ്ട്. അപ്പോൾ ഇന്ന് ഒരു സീനിയോറിറ്റി ബേസിലല്ല സംഘടനാ പ്രവർത്തനം ഇത്രയധികം നല്ല രീതിയിൽ എപ്പോഴും സംഘടനയ്ക്ക് ആവശ്യം വന്നാലും അത് ഓടിയെത്തുന്ന ഒരു പ്രവർത്തകൻ നമ്മുടെ ഇടയിലുണ്ട്. മുഹമ്മദ് ഹനീഫ പള്ളിമുക്ക് മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം കാഴ്ചവെക്കുകയും ഇത്രയും വർഷം 2 വർഷം മാത്രം ചില പഴക്കങ്ങൾ കാരണം മാറി നിന്നുവെങ്കിലും പള്ളിമുക്ക് മേഖലയിൽ മേഖലാ കൺവീനർ മാറി നിന്നുവെങ്കിലും ഇപ്പോൾ അദ്ദേഹം സെക്രട്ടറി ആയിട്ട് നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹമാണ് ഇന്ന് ഈ ആഗസ്റ്റ് 9 പതാക ഉയർത്തുവാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യപ്പെടുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആഗസ്റ്റ് 9 വ്യാപാരി ദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. സമിതി ആഗസ്റ്റ് 9 വ്യാപാരി ദിനം. വ്യാപാരി വ്യവസായി ഏകോപനം സമിതിയാം നാടിന്റെ അഭിമാനമാണ് നിലകൊണ്ട പ്രസ്ഥാനമെന്നുമെന്നും വ്യാപാരിക്കെന്നും കൈത്താങ്ങുമായി അണിചേരുവിൻ. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാം നാടിന്റെ അഭിമാനമാണ് നിലകൊണ്ട പ്രസ്ഥാനമെന്നുമെന്നും വ്യാപാരിക്കെന്നും കൈത്താങ്ങുമായി അണിചേരുവിൻ. കൈകോർക്കുവിൻ, പ്രസ്ഥാനമിന്നും വളരുന്നിതാ വ്യാപാരി തൻ അവകാശത്തിനായി ഒരുമിച്ചു പോരാടി മുന്നേറുവിൻ, ഒരുമിച്ചു പോരാടി മുന്നേറുവിൻ.